മൂത്തകുന്നം SNM ഹയർ സെക്കൻഡറി സ്കൂളിലെ 1985-86 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓർമ്മച്ചെപ്പിന്റെ വാർഷികം E.T. ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. മൂത്തകുന്നം SNM ഹയർ സെക്കൻഡറി സ്കൂളിലെ 1985-86 വർഷത്തെ SSLC ബാച്ചായ ഓർമ്മച്ചെപ്പിന്റെ വാർഷികം E.T. ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഒന്നും നോക്കാതെ പ്രതികരിക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന കാലമാണ്. ഇടിക്കാൻ തോന്നിയാൽ ഇടിക്കും, അല്ലേ? ചീത്ത പറയാൻ തോന്നിയാൽ ചീത്ത പറയും. നമുക്കത് വികാരം എന്താണോ ആ വികാരം അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള, കാണിക്കാനുള്ള, പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ ചെറുപ്പകാലം. എനിക്കതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അതിൻ്റെ ഓർമ്മകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം അത്തരം നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കാനുള്ള ഒരു ദിവസമായി മാറട്ടെ എന്നാണ് എനിക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാനുള്ളത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസം അല്പം കൂടി വ്യത്യസ്തതയുള്ള, വ്യതിരക്തമായിട്ടുള്ള വിദ്യാഭ്യാസമാണ്. നമ്മൾ പഠിച്ച കാലഘട്ടത്തിനേക്കാൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അന്നത്തെ രീതികളിൽ മിക്കവാറും സ്കൂൾ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഈ ഇരിക്കുന്ന അധ്യാപക കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസമായിരുന്നു. അന്നത്തെ വിദ്യാഭ്യാസ രീതിക്കുള്ള പ്രത്യേക അധ്യാപകനാണ് മെയിൻ. ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് ശിശുവാണ് കേന്ദ്രബിന്ദു, അല്ലെങ്കിൽ ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷനാണ് ഇപ്പോൾ വരുന്നത്. കുട്ടി കേന്ദ്രീകൃതമായിട്ടുള്ള വിദ്യാഭ്യാസമാണ്, വിദ്യാർത്ഥിയാണ് ഏറ്റവും ആദ്യത്തെ പരിഗണന. പല സ്ഥലങ്ങളിലും ഇപ്പോൾ നിയമസഭയുടെ കമ്മിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ ഞങ്ങൾ പോകുമ്പോൾ, ഉത്തർപ്രദേശ്, മറ്റു പല സംസ്ഥാനങ്ങളും ഞങ്ങൾ പോകുമ്പോൾ, അവിടെയുള്ള സ്കൂൾ വിസിറ്റ് ചെയ്യുമ്പോൾ ആ സ്കൂളും ഇതും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ അപ്പോഴാണ് നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റ് സംബന്ധിച്ച് നന്നായിട്ട് അറിയാം. ഇവിടെ മിക്കവാറും സ്കൂൾ എന്ന് പറയുന്നത് ക്ലാസ് മുറി ഒരു സ്കൂൾ എന്ന് പറയുന്ന രൂപത്തിലായി. ക്ലാസ് മുറി വേണമെങ്കിൽ ഒരു സ്കൂൾ എന്ന് പറയാം. എല്ലാ സൗകര്യങ്ങളും ആ ക്ലാസ് മുറിയുടെ LCD പ്രൊജക്റ്റ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും, കുട്ടികൾ ലൈബ്രറി, സ്കൂളിന് പ്രത്യേകം. അവർ ചൈനയിൽ പോയി പഠിക്കണോ, ഉക്രൈനിൽ പോയി, ഒരു കുഴപ്പമില്ല, ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും പഠിപ്പിക്കാവുന്ന പുതിയ ശൈലി വരികയാണ്. അത് ധനസമ്പാദനത്തിനും അതുപോലെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരുപാട് വഴികൾ തെളിഞ്ഞു വരുന്നൊരു സാഹചര്യമാണ്. ആക്ടിംഗ് പ്രസിഡന്റ് ബിബു വാഴയിൽ അധ്യക്ഷത വഹിച്ചു. വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി രാധാകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഓർമ്മച്ചെപ്പ് മുൻ പ്രസിഡന്റ് സാബു KB, അധ്യാപകരായ ലാൽജി, ഉണ്ണി, അനന്തൻ, ജിന്നൻ തമ്പി, ബീന, ഷീന, പ്രീത, സാബു, രാജേഷ്, HMDP സഭാ മാനേജർ CS രഞ്ജിത്ത്, സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ശ്രീകല തുടങ്ങിയവർ സംസാരിച്ചു. വാർഷികത്തോടനുബന്ധിച്ച് സ്കൂളിന് ഫർണിച്ചറും ക്ലാസ് മുറിയിലേക്ക് സ്പീക്കറും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 30 കുട്ടികൾക്ക് ക്യാഷ് അവാർഡും മെമന്റോയും സമ്മാനിച്ചു. അധ്യാപകരായ ഷീന, പ്രീത, സാബു, രാജേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഓർമ്മച്ചെപ്പിന്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മയക്കുമരുന്ന് ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, കരിയർ ഗൈഡൻസ് ക്ലാസുകൾ, വിവിധ ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ, മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ നടത്താൻ ഉദ്ദേശിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു.